ശരി ശ്രീ ടി പി ജയചന്ദ്രൻ. ശ്രീ സിബി സത്യൻ, ഇത് തന്നെ ആയിരിക്കുമോ മഹാരാഷ്ട്രയിൽ സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ ഈ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ നടക്കുന്നു, അതിൽ ചില കല്ലുകടികൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ശിവസേനയും NCPയും സ്വാഭാവികമായിട്ടും മികച്ച വകുപ്പുകൾ ചോദിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ചോദിച്ചേ പറ്റൂ, അങ്ങനെ തന്നെ ആയിരിക്കും. മുഖ്യമന്ത്രിയാകുവാനുള്ള ആഗ്രഹം എന്തായാലും ഷിൻഡെ ഉപേക്ഷിച്ചിട്ടുണ്ടല്ലോ. ഗ്രൗണ്ടിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? താങ്കൾ മുംബൈയിലെ മാധ്യമപ്രവർത്തകനായതുകൊണ്ട് അതിൽ കൂടുതൽ വിവരങ്ങൾ താങ്കൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ വാസ്തവമുള്ളതാണോ, അതോ അതിനും അപ്പുറമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ മഹാരാഷ്ട്രയിൽ? മഞ്ജുഷ, നിലവില് ഒരു തീറാമുട്ടിയായിട്ട് നിൽക്കുന്ന ആഭ്യന്തര വകുപ്പാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ മന്ത്രിസഭയില് ദേവേന്ദ്ര ഫഡ്നാവിസ് ഉപമുഖ്യമന്ത്രിയായിട്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൈവശമായിരുന്നു ആഭ്യന്തരം. ഇപ്പോൾ ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അവസാന തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും എല്ലാ വഴികളും നീങ്ങുന്നത് ഫഡ്നാവിസിലേക്ക് തന്നെയാണ്. അപ്പൊ ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാകുമ്പോൾ അതിന് താഴെ തങ്ങളുടെ പാർട്ടിക്ക് ആഭ്യന്തരം കിട്ടണം, ആഭ്യന്തരമന്ത്രിയായിരിക്കണം എന്നുള്ളതാണ് ശിവസേന പക്ഷത്തിന്റെ ഒരു കടുത്ത ഡിമാൻഡ്. അത് വിട്ടുകൊടുക്കാൻ BJP തയ്യാറല്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ പേരിലാണ് ഈ തർക്കങ്ങളും തുടർച്ചയായിട്ടുള്ള ഈ മീറ്റിങ്ങുകളും ഒക്കെ നടക്കുന്നത്. നിലവിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾക്ക് വേണ്ടിയുള്ള ഒരു കടിപിടി നടക്കുകയാണ്. കാരണം പ്രധാനപ്പെട്ട വകുപ്പുകൾ തങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് കുറച്ച് വകുപ്പുകൾ മാത്രമായിട്ട് NCP അജിത് പവാർ പക്ഷത്തിനും ഷിൻഡെ ശിവസേന പക്ഷത്തിനും വീതിച്ചു കൊടുക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. എന്നാൽ ഇത് സാധ്യമല്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇരു പാർട്ടികളും. അതോടൊപ്പം തന്നെ അജിത് പവാർ പക്ഷത്തിന് കുറച്ചുകൂടി നല്ല പോർട്ട്ഫോളിയോ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ ഒരു സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഷിൻഡെ പക്ഷം ആക്ച്വലി കുറച്ച് അസംതൃപ്തരാണ്. നിലവിലുള്ള അവസ്ഥയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു പക്ഷത്തിന്റെ സഹായം മാത്രം മതി BJPക്ക് സർക്കാർ ഉണ്ടാക്കാൻ. അപ്പൊ അതുകൊണ്ട് രണ്ടു പക്ഷവും ഈ പറഞ്ഞ പോലെ വിട്ടുവീഴ്ച ചെയ്തേ മതിയാവൂ എന്നുള്ളതാണ്. കാരണം ഒന്നുകിൽ ഷിൻഡെ പക്ഷത്തിനെ ഒഴിവാക്കി തന്നെ BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയും, അജിത് പവാർ മാത്രം കൂടെ ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ അജിത് പവാർ പക്ഷത്തെ ഒഴിവാക്കിക്കൊണ്ട് BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയും, ഷിൻഡെ പക്ഷം കൂടെ ഉണ്ടായാൽ മതി. അപ്പൊ ഇത് BJPക്ക് തൽക്കാലം ഈ ഒരു വലിയ ബലം നൽകുന്നുണ്ട്. ഈ മൊത്തത്തിലുള്ള ഒരു ബാലൻസിങ് ആക്ടിനിടയിൽ BJPക്ക് ഒരു വലിയ ബലം നൽകുന്നുണ്ട്. പക്ഷെ ഇവിടെ ഷിൻഡെക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരേ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഷിൻഡെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു കാലത്ത് കൊണ്ടുവന്ന ലഡ്കി ബഹൻ പോലുള്ള സ്കീമുകളും പിന്നെ നമ്മൾ പറയുന്ന മറ്റ് അല്ലാതുള്ള ഒരുപാട് അട്ടിമറി സംഭവങ്ങളൊക്കെ എന്റെ സൈഡിലുണ്ടെങ്കിൽ പോലും അതൊരു വലിയ എന്താ പറയുന്നത് ഒരു ഘടകമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഒരു ഭരണവിരുദ്ധ വികാരത്തെ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ ഷിൻഡെയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് BJPയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും കുറച്ചൊരു താല്പര്യം ഷിൻഡെയോടുണ്ട് എന്നുള്ളത് ഇക്കാര്യത്തിൽ ഷിൻഡെക്ക് കുറച്ച് അനുകൂലമായിട്ട് ഭവിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഷിൻഡെയെ കൂടാതെ തന്നെ ഈ മന്ത്രിസഭ എപ്പോഴേ സത്യപ്രതിജ്ഞ ചെയ്ത് രംഗത്ത് വരുമായിരുന്നു. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഷിൻഡെയോടുള്ള ഒരു താല്പര്യം കൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ ഈ ചർച്ചകൾ ഇത്രയും നീളുന്നതും ശിവസേന പക്ഷം കുറച്ചൊക്കെ കടുംപിടുത്തം തുടരാൻ സഹായിക്കുന്നതും. കാരണം തുടർച്ചയായിട്ട് ഈ ചർച്ചകളിൽ നിന്ന് എന്തുകൊണ്ടാണ് ഷിൻഡെ വിട്ടുനിൽക്കുന്നത്? അങ്ങനെ ഒരു വിട്ടുനിൽക്കൽ ഇല്ലേ യഥാർത്ഥത്തിൽ? അവിടെ ചർച്ചകൾ നടക്കുമ്പോൾ എപ്പോഴും BJPയും അജിത് പവാർ NCPയുമേ ഉള്ളൂ. ഷിൻഡെ അതിൽ ഭാഗഭാക്കാകുന്നില്ല ഇല്ലേ? ഇപ്പോൾ അദ്ദേഹം നാട്ടിലേക്ക് പോയതിനു ശേഷം ഇപ്പോൾ മുംബൈയിൽ തിരികെ എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഈ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിൽ അദ്ദേഹത്തിന് നേരിട്ടുള്ള സാന്നിധ്യം ഉണ്ടോ? അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള സാന്നിധ്യത്തിൽ അവസാന ചർച്ചകളിൽ പോലും അദ്ദേഹം വിർച്വലായിട്ടാണ് ഇപ്പൊ ചർച്ചകളിൽ പലതിലും പങ്കെടുക്കുന്നത്. അവസാന ദിവസം അദ്ദേഹം ഈ പറഞ്ഞ അസുഖബാധിതനായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. അത് അസുഖബാധിതനായിട്ട് തന്നെയാണോ അതോ ഒരു തന്ത്രമാണോ എന്നുള്ളതും നമുക്ക് അറിയാൻ കഴിയുന്നില്ല. അസുഖബാധിതനായെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു കാരണം കൊണ്ട് തന്നെ ചർച്ച ചെയ്തത്. എന്നാൽ ഫഡ്നാവിസിന്റെ വിശ്വസ്തനായ ഗിരീഷ് മഹാജൻ ഉണ്ട്. ഗിരീഷ് മഹാജൻ ഏകനാഥ് ഷിൻഡെയുടെ വീട്ടിലെത്തിയിട്ട് അദ്ദേഹമായിട്ട് ചർച്ച നടത്തിയിരുന്നു. അങ്ങനെ നിരവധി ചർച്ചകൾ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് വേറൊരു രസകരമായ സംഗതി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷിൻഡെ പക്ഷത്തോട് ഒരു താല്പര്യം BJP കേന്ദ്ര നേതൃത്വത്തിനുണ്ട്, ഷിൻഡെയോട് ഒരു താല്പര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫഡ്നാവിസിനെ ഒരു 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 എന്താ പറയാ കൃത്യമായിട്ടൊരു തലത്തിൽ നിർത്താനായിട്ട് അവര് ഷിൻഡെയോ ഉപയോഗിക്കുന്നുമുണ്ട് എന്നാണ് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. കാരണം കഴിഞ്ഞ തവണ ഫഡ്നാവിസ് ഒറ്റയ്ക്ക്, അതായത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ഒരു ഹീറോയിസം കളിക്കാൻ ശ്രമിച്ചതിന് ഒരു ശക്തമായൊരു താല്പര്യക്കുറവ് കേന്ദ്ര നേതൃത്വത്തിനുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പാർട്ടിയെല്ലാം പിളർത്തി രംഗത്ത് വന്നിട്ടും ഷിൻഡെ പക്ഷത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്ത് അതേ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഫഡ്നാവിസിനോട് ആവശ്യപ്പെട്ടിരുന്നത് എന്ന് ഒരു കഥ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഏറെക്കുറെ സത്യവുമാണ്. അപ്പൊ അതുപോലെ തന്നെ ഫഡ്നാവിസിന് ചെക്ക് വെക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം കൂടി ഇതിനകത്ത് ഇല്ലാതില്ല. കാരണം അല്ലാത്ത പക്ഷം BJPയുടെ ഒരു സ്വഭാവം അനുസരിച്ച് ഷിൻഡെ പക്ഷത്തെ എപ്പോഴേ എടുത്ത് കളഞ്ഞിട്ട് അവർ അജിത് പവാറിന്റെ കൂടെ മന്ത്രിസഭ രൂപീകരിക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ ഇപ്പോ ആഭ്യന്തര വകുപ്പിന് വേണ്ടിയിട്ട് കടിപിടി കൂടുന്നുണ്ടെങ്കിലും ഷിൻഡെക്ക് അത് കിട്ടാൻ സാധ്യതയില്ല എന്നാണ് അവസാന റിപ്പോർട്ടുകൾ പറയുന്നത്. അദ്ദേഹത്തിന് ആഭ്യന്തരം ഇല്ലാതെ തന്നെ മന്ത്രിസഭയിൽ ജോയിൻ ചെയ്യേണ്ടി വരും.
ശരി, മന്ത്രിസഭ മോഹൻ ജോയിൻ വർഗീസ്, ആ ഒരു ചെയ്യാതിരിക്കാൻ നിരീക്ഷണം താങ്കൾ യോജിക്കുന്നുണ്ടോ? അതായത് ഷിൻഡെയെ ഉപയോഗിച്ച്